ഞാൻ ചോദിക്കട്ടെ, അവിടെ ഛത്തീസ്ഗഡിലെ പോലീസില്ലേ? ഇവിടെ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ ഈ വിവരം വിളിച്ചു പറയേണ്ട പോലീസ് ഉദ്യോഗസ്ഥനെ, അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു പറയണം. ഇവിടെ റെയിൽവേ ഉദ്യോഗസ്ഥൻ ചെയ്തെന്താ? റെയിൽവേ ഉദ്യോഗസ്ഥൻ അവിടുത്തെ ബജ്രാംഗ് ദൾ പ്രവർത്തകരെ വിളിച്ചറിയിക്കുന്നു. അവർ ഓടിയെത്തുന്നു. സിസ്റ്റേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടില്ലേ? സിസ്റ്റേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്താ ബജ്രാംഗ് ദൾ പ്രവർത്തകർക്ക് എന്താ അവകാശമുള്ളത്? അവിടുത്തെ പോലീസിൻ്റെ എല്ലാം ബജ്രാംഗ് ദൾ പ്രവർത്തകർ ഏറ്റെടുത്തോ? ഇവിടെ കാണുന്നത് നിർബന്ധിതമായിട്ട് സിസ്റ്റേഴ്സിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട്, അവർ മതപരിവർത്തനം ചെയ്യുന്നുവെന്ന് കള്ള കേസുണ്ടാക്കാൻ വേണ്ടിയിട്ട് 18 വയസ്സിൽ കൂടുതലുള്ള കുട്ടികളെയും കൊണ്ട് മനുഷ്യക്കടത്ത് നടത്തിയെന്ന് എന്ത് ആഭാസമാണ് പറയുന്നത്? എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? ഇവിടെ രാജ്യത്ത് നിയമമില്ലേ? ഇവിടെ മതപരിവർത്തനം ക്രിസ്ത്യാനികൾക്ക് നടത്തുവാണെങ്കിൽ എത്ര കോടികൾ ജനങ്ങൾ ഇവിടെ ഉണ്ടാകും? ഇന്ന് 2.3% ജനങ്ങൾ മാത്രമാണ് ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഇന്ത്യയിലുള്ളത്. കേരളത്തിൽ 18% മാത്രമാണുള്ളത്. എന്താണ് അവിടെ നടക്കുന്നത്? ഇവിടെ എനിക്കെൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരെ കുറിച്ച് എനിക്ക് ഇപ്പോൾ വലിയ ബഹുമാനമുള്ളത്. അവർ ഈ രാജ്യത്ത് മറ്റു മതങ്ങൾക്ക് സ്വാഗതം ചെയ്യുകയും അവർക്ക് പള്ളിയും അവർക്ക് മോസ്ക് സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തവരാണ് ഈ രാജ്യത്തിലെ ഹൈന്ദവ സഹോദരങ്ങൾ, ഹൈന്ദവ രാജാക്കന്മാർ. അവർ ഇന്ത്യയിലെ ഹൈന്ദവർ 99.3% ആൾക്കാരും വളരെ വിശാല മനസ്കരായ ആൾക്കാരാണ്. അവരുടെ ഇടയിലേക്ക് ഈ ബജ്രാംഗ് ദളിനെ പോലെയുള്ള തീവ്ര ഹിന്ദു മത സംഘടനകൾ, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ, ക്രിസ്ത്യാനികളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ഈ പീഡനത്തിന്റെ കാരണം വളരെ നിഗൂഢ ബജ്രംഗ് ദളിന് മുഴുവൻ ഭരണകൂടത്തിന്റെയും എല്ലാ പിന്തുണയും കിട്ടുന്നത് എങ്ങനെ? ഈ RPF ഉദ്യോഗസ്ഥൻ തന്നെ ബജ്രംഗ് ദളുകാരെ ആദ്യം വിളിക്കുന്നത് എങ്ങനെ? അപ്പൊ നിങ്ങൾ ബജ്രംഗ് ദൾ മാത്രമാണ് കുഴപ്പക്കാർ എന്നല്ല പറയേണ്ടത്. ബജ്രംഗ് ദൾ ആരുടെ ആയുധമായി പ്രവർത്തിക്കുന്നു? ആ ആയുധം ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് എന്തുകൊണ്ട് വിമർശനം പോകുന്നില്ല നിങ്ങളുടെ? ഞാനിവിടെ നിങ്ങൾ ആദ്യം തന്നെ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ ബിഷപ്പുമാർക്ക് മുട്ടടിക്കുന്നുണ്ടെന്നത്. നമുക്കൊരു മുട്ടടിക്കലല്ലോ, കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുകയും പിന്നെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മളെവിടെയും അക്രമത്തിനും അതുപോലെ ബഹളത്തിനും പോകുന്നൊരു സമൂഹമല്ല. നമ്മളെ ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ട് എവിടെയെങ്കിലും പീഡനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളവിടെ ബന്ധു പ്രഖ്യാപിക്കുകയോ പീഡനം നടത്തിയവരെ അടിച്ചു കൊല്ലു പോകുന്ന സ്വഭാവമുള്ളവരല്ല യേശുവിൻ്റെ പിൻഗാമികളായ ക്രൈസ്തവർ. വലതുദൈവം കാണിച്ചാൽ ഇടദൈവം കാണിച്ചു കൊടുക്കാൻ യേശു നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് കുരിശിൽ കയറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളാണ് യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളായി ഞങ്ങൾ ബജ്രാംഗ് ദൾ പ്രവർത്തകരെയോ അവരെ പിന്താങ്ങുന്നവർക്കെതിരായിട്ട് പ്രകടനങ്ങളായിട്ടോ അതുപോലെ അവർക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കാനല്ല ക്രൈസ്തവർ. നമ്മൾ സമാധാനപരമായ രീതിയിൽ, നീതിയുക്തമായ രീതിയിൽ ഇവിടെ ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവർക്കെതിരായിട്ട് പ്രതികരിക്കുന്ന സമീപനമാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ സമീപനം. അത് നിങ്ങൾക്ക് വേണുവിനും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ അക്രമത്തിനൊന്നുമില്ല, നിങ്ങൾ ഈ പറയുന്ന സഹനത്തിന്റെ പാതയിലാണ് എന്ന്. അങ്ങനെയെങ്കിൽ ദീപികയുടെ ഇന്നത്തെ ഈ മുഖപ്രസംഗമുണ്ടല്ലോ, അതാണല്ലോ നിങ്ങൾ ഏറ്റവും ശക്തമായി ഇന്നിപ്പോൾ രാവിലെ ആദ്യം നടത്തിയ നിങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. രാജ്യം ഭരിക്കുന്ന BJPയുടെ അനുഗ്രഹാശീർവാദത്തോടെ പ്രതിപക്ഷത്തിൻ്റെ വഴിപാട് പ്രതിഷേധത്തോടെ എന്താ അങ്ങ് ഉദ്ദേശിച്ചത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്രതിപക്ഷത്തിൻ്റെ വഴിപാട് പ്രതിഷേധത്തോടെ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, എല്ലാം കഴിഞ്ഞില്ല. 2 കാര്യങ്ങളോടൊന്ന് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കോട്ടെ. ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ചെയ്താണ്ട് എല്ലായിടത്തും അരിക്ഷിതാവസ്ഥയിലാണ്. കേരളം എങ്ങനെയാണ് അങ്ങനെ ആയത്? കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ കേരളം എന്ന് കേരളത്തിന്റെ സവിശേഷത അംഗീകരിക്കണം അല്ലേ? ഈ കേരളത്തിന്റെ സവിശേഷത അംഗീകരിക്കാതെ കേരളം ഒഴിച്ച് എല്ലായിടത്തും ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ ഈ പറയുന്ന തരത്തിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇതെല്ലാം ഉറപ്പുവരുത്തുന്ന വിഭാഗങ്ങൾ കേന്ദ്രത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്താണ്. അതേപറ്റി നിങ്ങൾ പറയുന്നത് എന്താണ്? പ്രതിപക്ഷത്തിന്റെ വഴിപാട് പ്രതിഷേധമെന്ന്. ഇനി ഏറ്റവും ഒടുവിൽ നിങ്ങൾ കേരള ഘടകത്തെ പറ്റി എന്താ പറയുന്നത്? ഞങ്ങൾ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ്? BJPയുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തത്തിലല്ല എന്ന് കേരള ഘടകത്തെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എന്താണ് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കേണ്ടത്? സ്നേഹത്തോടെയാണോ അത് ഓർമ്മിപ്പിക്കേണ്ടത്? അപ്പം നിങ്ങളുടെ സഹനം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ശക്തമായി നിലപാട് പറയാൻ കഴിയാത്ത നിങ്ങളുടെ ദൗർബല്യത്തിന്റെ മൂടുപടമാണ്. ഇല്ല, അത് തെറ്റാണ്. വേണുവിൻ്റെ ആ ആക്ഷേപം തെറ്റാണ്. നമുക്കൊരു ദൗർബല്യത്തിൻ്റെ ഒരു ആവശ്യം നമുക്കിവിടെ ഇല്ല. ഞങ്ങൾക്ക് ശക്തമായി തന്നെ ഞാൻ പറയട്ടെ, കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നില്ല? അതിന് കാരണം കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിച്ചതാരാ? വേണു ശ്രദ്ധിക്കണം. ഇവിടെ കേരളത്തിൽ ഇതേ
ഉച്ചനീചത്വങ്ങൾ ഇങ്ങനൊന്നും വളച്ചു കെട്ടി പറയണ്ട. കേരളത്തിൽ ഇത് സംഭവിക്കാത്തതിന്റെ കാര്യം കേരളത്തിൽ BJP അധികാരത്തിലില്ല. പറയുന്നില്ല, ഞാൻ പറയുന്നു. അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചേക്കുന്നേൽ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇങ്ങനെയാണ് പറയേണ്ടത്. കേരളത്തിൽ ഇത് സംഭവിക്കാത്തത് കേരളത്തിൽ BJP അധികാരത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. എന്തേ അങ്ങനെ കാണാത്തത്? കേരളത്തിൽ BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള കാരണം എന്താണ്? കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം ഇവിടെയുണ്ട്. കാര്യങ്ങളെ ബോധ്യപ്പെടാൻ കഴിയുള്ള സമൂഹമുണ്ട്. അത് എങ്ങനെ ഉണ്ടായി? ആ വിദ്യാഭ്യാസം ആരിവിടെ കൊടുത്തു? അത് ഇവിടെ ക്രിസ്ത്യൻ മിഷണർമാർ, ക്രിസ്ത്യാനികൾ, അവിടെ സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, ഇവിടെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വടക്കേന്ത്യയിൽ ഈ വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ജന്മിമാർ സമ്മതിക്കുന്നില്ല. വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വിദ്യാഭ്യാസമുള്ള സമൂഹം വരുമ്പോൾ അവരുടെ ചൂഷണത്തിനെതിരായിട്ട് അവർ വിരൽ പൊക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ പട്ടിണി ഉണ്ടാകണം. അവിടെ ഒരു വരണ്യവർഗം മാത്രം എന്ന് പറഞ്ഞാൽ ഒരു 20% ജനങ്ങൾ മാത്രം ജീവിച്ചാൽ മതി. അവിടെയുള്ള പാവങ്ങളെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സിസ്റ്റേഴ്സും അച്ഛന്മാരും ശ്രമിക്കുമ്പോൾ അത് മതപരിവർത്തനം എന്ന പേരിൽ, ആ പേര് പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, ഇവരെ ക്രൂശിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കള്ള പേര് പറഞ്ഞ് മതപരിവർത്തനം എന്ന പേര് പറഞ്ഞ് അവിടെയുള്ള സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും പള്ളിയും ആക്രമിക്കുകയാണ്. ഈ ബജരംഗതകളും അവരെ പിന്തുണയ്ക്കുന്നവരും, നിങ്ങൾ ആര് പറഞ്ഞു കൂട്ടിയാലും അവരെ പിന്തുണയ്ക്കുന്നവരും. അപ്പോൾ BJP അധികാരത്തിൽ വരുമ്പോൾ ഇവർക്കൊരു ബലം വരികയാണ്. BJP ആണ് അധികാരത്തിലിരിക്കുന്നത്, ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നൊരു തോന്നൽ അവർക്കുണ്ട്. ഞങ്ങൾ കത്തോലിക്ക സഭയ്ക്കോ ക്രിസ്ത്യാനികൾക്കോ ആരോടും ഒരു പ്രത്യേക മമതയൊന്നുമില്ല. കേരളത്തിൽ ക്രിസ്ത്യാനികളെ BJPയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നു, ചാനലുകൾ ശ്രമിക്കുന്നു, മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. പക്ഷേ ഞങ്ങൾക്കിവിടെ ആരോടും പ്രത്യേകിച്ച് ഒരു സ്നേഹവുമില്ല, ആരോട് പ്രത്യേകിച്ച് ഒരു വിരോധമില്ല. ഞങ്ങളെല്ലാവരും ഒരേപോലെയാണ് കാണുന്നത്. ഇവിടെ നടക്കുന്ന അഴിമതിക്കെതിരായിട്ട്, അത് ഏത് മതത്തിൻ്റെ ആർക്കെതിരായിട്ട് പ്രതികരിച്ചാലും, ആരെ വേദനിപ്പിച്ചാലും, അത് മുസ്ലിങ്ങളെ വേദനിപ്പിച്ചാൽ, ഹൈന്ദവരെ വേദനിപ്പിച്ചാൽ, ക്രിസ്ത്യാനികളെ വേദനിപ്പിച്ചാൽ അതിനെതിരായിട്ട് പ്രതികരിക്കാനുള്ള ത്രാണി ഇന്ത്യയിലെ ക്രൈസ്തവർക്കുണ്ട്, കേരളത്തിലെ ക്രൈസ്തവർക്കുണ്ട്.